പാരൻസ് മീറ്റിങ്ങിന് വരുന്ന സമയത്ത് രക്ഷിതാക്കളുടെ കയ്യിൽ നമ്മൾ പ്രോഗ്രസ് കാർഡ് കൊടുക്കും. അതായത് അതിൽ മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അധിക രക്ഷിതാക്കളും എന്ത് ചെയ്യും, അത് കിട്ടിയേം പാടെ ഈ സ്വന്തം പ്രോഗ്രസ് കാർഡിലേക്കല്ല നോക്കുക, ജസ്റ്റ് അപ്പുറത്തേക്ക് നോക്കൂ, ഇപ്പുറത്തേക്ക് നോക്കൂ. അതെന്താണെന്ന് വെച്ചാൽ അവൻ എത്ര കിട്ടി അല്ലെങ്കിൽ അവൾക്ക് എത്ര കിട്ടി, അതിലും കൂടുതലാണോ കുറവാണോ മോന് കിട്ടിയത്, അതാണ് അവരവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ചിരിച്ചൊക്കെ നിൽക്കും കേട്ടോ. ആ മോൻ അത്ര ഉണ്ടല്ലേ, മോക്ക് ഇത്ര ഉണ്ടല്ലേ, എൻ്റെ മോക്ക് ഇതിൽ ഇത്ര കുറഞ്ഞു കേട്ടോ, മാത്സിൽ അത്രയേ കുറവുള്ളൂ, വലിയ കുഴപ്പമില്ല, നമുക്ക് അടുത്തേന് ഉഷാറാക്കാം. അവിടെ ഭയങ്കര രസമാക്കിയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. വീട്ടിലെത്തിയിട്ട് ഇവർക്ക് വേറൊരു മുഖമായിരിക്കും. അവർ മക്കളങ്ങോട്ട് വിളിച്ചിട്ട് ഈ കണ്ടോ അവർക്ക് അത്ര കിട്ടി, ഇവൻ ഇത്ര കിട്ടി, ഈ എന്ത് പഠിക്കായിരുന്നു, എൻ്റെ അതുപോലെ തന്നെ അവരങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് കുട്ടി ഡിപ്രസ്സായി പോവും. കുട്ടി നന്നായിട്ട് പഠിച്ച് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ആ സമയത്ത് പാരൻസ് അവിടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ കുട്ടി അതർ ആക്ടിവിറ്റീസിൽ ഭയങ്കര നന്നായിട്ട് എഴുതുന്നുണ്ടാവും, ചിലപ്പോൾ വരക്കുന്നുണ്ടാവും. അതൊന്നും പാരൻറ്റിൻ്റെ കണ്ണിൽ അതൊരു പഠിത്തമല്ല. സത്യം പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്നവർ മാത്രമല്ല ഈ കാലത്ത് മുന്നോട്ട് പോകുന്നത്. ചിലപ്പം വരക്കാൻ കഴിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും ഉള്ള ഒരുപാട് മേഖലകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ നന്നായിട്ടൊരു എഡിറ്റിംഗ് അറിയുകയാണെങ്കിൽ അവർക്ക് വരെ ഇന്നത്തെ കാലത്ത് സ്കോപ്പ് ഉണ്ട്. അതായത് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർക്ക് കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പേരൻസ് അതിനെ വല്ലാണ്ട് കമ്പയർ ചെയ്തിട്ട് കുട്ടികളെ ഡിപ്രസ് ആക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടിക്ക് എന്താണോ താല്പര്യം അതിൽ നമ്മൾ നല്ല ബാക്ക് സപ്പോർട്ട് കൊടുക്കുക വേണ്ടത്. അങ്ങനെയുള്ള കുട്ടി ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്കായിരിക്കും അവർ പോകുന്നത്. നമ്മൾ ആ കുട്ടിയെ നോക്കുക, അല്ല അവനെ നോക്കി ഇവനെ നോക്കുക എന്ന് പറയുന്നതിന് പകരം മറ്റ് രക്ഷിതാക്കൾ നമ്മളെ കുട്ടിയെ നോക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കുട്ടിയെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.